നമ്മളിന്ന് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ എങ്ങനെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതെന്ന് പറയാമെന്ന്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ ക്യാബേജ് അരിഞ്ഞു വെച്ചത് ഇന്നലെ ആയിരുന്നു കേട്ടോ. രാവിലെ ഇതൊന്നും അരിയാൻ സമയം ഉണ്ടാവില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് വൈകുന്നേരം തന്നെ ഇത് അരിഞ്ഞു വെച്ചത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയാലും ഇനി തുടങ്ങാം. ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ചത്. അതായത് ഞാൻ ആ ഒരു വർഷം മാത്രമാണ് ഹോസ്റ്റലിൽ പഠിച്ചത്. പിന്നെ അമ്മ അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ തന്നെ ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ റെഡിയാക്കി, അതായത് 2ാം ക്ലാസ്സിലേക്ക്. ഞാൻ അവിടേക്ക് പുതിയതായിട്ട് വന്ന കുട്ടിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സ്മാരിനെയും കുട്ടികളിനെയും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബാക്കി എല്ലാവരും 1ാം ക്ലാസ്സിനെ അവിടെ നിന്ന് പഠിച്ചതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും അറിയായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ആരും അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം കരയുമായിരുന്നു. ഞാൻ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ എന്തിനായിരിക്കും എന്ന് കരഞ്ഞതെന്ന്. പക്ഷെ അതിപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അന്ന് ആരും എൻ്റെ അടുത്ത് സംസാരിക്കാത്തതുകൊണ്ട് ഞാനും ആരോടും സംസാരിക്കാണ്ട് ഒരു മൂലയിൽ ആ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് 3-4 ബോയ്സ് വന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ തന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ ഇരുന്ന് ഞാൻ കരഞ്ഞു. അപ്പോഴാണ് അവളുടെ എൻട്രി. അവളായിരുന്നു എൻ്റെ കൂടെ ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവളുടെ പേരോ നാളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്, നിന്റെ പേരല്ലേ ചോദിച്ചു, അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെയെന്ന്. അപ്പോഴാണ് അവളുടെ കൈ എനിക്ക് തന്നിട്ട് എൻ്റെ പേര് ദേവിക, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക നിന്റെ പേരെന്താന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് ശ്രീജിഷ എന്നാണ്. അന്ന് എനിക്ക് ആ സ്കൂളിൽ ആരും അറിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ആര് വന്ന് പേര് ചോദിച്ചാലും കരയാണ്ട് പേര് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന്. അതിനുശേഷം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അതിനുശേഷം ഞങ്ങൾ എങ്ങനെയോ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായി. അങ്ങനെ ആ 4ാം ക്ലാസ് വരെ ഞങ്ങൾ ആ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു. ഈ 3 വർഷം ഞാൻ അവളുടെ കൂടെ പഠിച്ചപ്പോഴും അവൾ തന്നെയായിരുന്നു എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോഴും അവൾ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അന്ന് ഞങ്ങൾ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടുന്ന ഒരു പാട്ടായിരുന്നു, ക്ലച്ച് ക്ലച്ച് കുന്താണി നാളെ വരുമ്പോൾ മിണ്ടൂല ഇന്നും മിണ്ടൂല എന്ന്. അന്നുണ്ടായിരുന്ന അതേ ഫ്രണ്ട്ഷിപ്പ് ഇന്നും അവളുടെ അടുത്തുണ്ട്. ഞങ്ങൾ 2 മുതൽ 4 വരെയും 8 മുതൽ +2 വരെയും ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചത്. ക്ലാസ്സൊക്കെ ചിലപ്പോൾ വേറെ ആയിട്ടുണ്ടാവും, പക്ഷേ ഇൻ്റർവെൽ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ +1 എത്തിയപ്പോഴായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. കാരണം അവൾക്കും പഠിക്കാനുണ്ടായിരുന്നു, എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ്മാരാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തെറ്റാറില്ലേന്ന്. അവരിങ്ങനെ ചോദിക്കുമ്പോൾ പോലും ഞാൻ ഈ 10ാം ക്ലാസ് ഒക്കെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ കാണലൊന്നും ഉണ്ടാവില്ല, മെസ്സേജ് അയക്കലുണ്ടാവില്ല, ഇനി കണ്ടാൽ തന്നെ ഒരു ചിരിയിൽ അങ്ങ് ഒതുക്കുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ അവൾ എന്നെ നന്നായിട്ട് അടിക്കും കേട്ടോ. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് അലോട്ട്മെന്റ് ഒക്കെ കൊടുത്ത് അലോട്ട്മെന്റ് വന്ന സമയത്ത് അവൾക്കും എനിക്കും വേറെ സ്കൂളിലായിരുന്നു കിട്ടിയത്. ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എവിടെയാണോ കൊടുത്തത് അവിടെ തന്നെ കിട്ടി. അവൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് അവൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാണ്ടിരുന്ന സ്കൂളിലായിരുന്നു കിട്ടിയത്. പിന്നെ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുത്തപ്പോൾ അവൾ എൻ്റെ സ്കൂളിൽ തന്നെ വന്നു. അതായത് ഞാൻ ഏത് സ്കൂളിലാണോ കൊടുത്തത് ആ സ്കൂളിൽ തന്നെ കിട്ടി അവൾക്ക്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ സങ്കടം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മിണ്ടാത്തവരോടൊക്കെ അങ്ങോട്ട് പോയി മിണ്ടി. അതായത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ളവരോടൊക്കെ ഞാൻ അങ്ങ് പോയി മിണ്ടി. ഞാൻ ഈ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും എൻ്റെ കൂടെ 2ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അന്ന് വരെ സംസാരിക്കാത്ത ആളുകളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. കുറേ റീൽസൊക്കെ ഇങ്ങനെ എടുത്തെടുത്തിടും. ഞാനും അതേപോലെ കുറേ റീൽസ് അങ്ങോട്ടും എടുത്ത് ഷെയർ ചെയ്യും. എന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും കേട്ടോ അവർ. അവരെയൊന്നും ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല കേട്ടോ.